വീണ്ടെടുക്കപ്പെട്ട ജനമാണ് സഭ എന്ന് പറഞ്ഞാൽ അല്ലേ? ഇപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തോന്നുക വീണ്ടെടുക്കപ്പെട്ട പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനം. ഈ പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. എല്ലാവരും എടുക്കുന്നില്ല. എന്നാൽ ദൈവം എല്ലാവരും വിളിക്കുന്നുണ്ട്. ഈ സുവിശേഷം പറഞ്ഞാൽ സകല ജാതികളെയും വിളിക്കുക. പക്ഷെ ചിലർ പറയുന്നു നോ, ചിലർ പറയുന്നു യെസ്. അപ്പൊ യേസ് എന്ന് പറയുന്നവരാണ് സഭയോടെ ചേരുന്നത്. അപ്പൊ അത് ജന്മനാ കിട്ടുന്നതല്ല, വിളി കേട്ട് വരുന്നവരാ സഭ. അത് സാർ ഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പൊ ജനിച്ചപ്പോൾ നമ്മളൊരു സഭയിലല്ല, എന്നുവെച്ചാൽ ദൈവസഭയിലല്ല, വിളിക്കപ്പെട്ട. അപ്പം നമ്മൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നവരാൾ അങ്ങനെ സഭയിൽ വരും? സഭയിൽ വരത്തില്ല. അപ്പം വിളിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ വിളി കേട്ട് അനുസരിച്ച് വരുന്നവരല്ലേ സഭയിലോട്ട് ചേർക്കപ്പെടുന്നത്. അപ്പൊ ജന്മനാ കിട്ടുന്നവരും, അതായത് ക്രിസ്തീയ മതത്തിൽ ജനിച്ചത് കൊണ്ട് സഭയിലെ അംഗമല്ല. ഞാൻ വിളി കേട്ട് കർത്താവെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് ഇവിടെ അങ്ങനെ വരുന്ന ഒരു വ്യക്തി മാത്രമാണ് വിളിക്കപ്പെട്ടവർ. വിളി കേട്ടവരും അതിനെ അംഗീകരിക്കപ്പെട്ടവരും. അപ്പം വിളിച്ചത് കൊണ്ട് ഞാൻ പിന്നെ ചെല്ലണമെന്നില്ല, ഞാൻ അതിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ. ഇപ്പോൾ സാറിനെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, സാർ നല്ല സദ്യ ഒരുക്കി വെച്ചിട്ട് വിളിക്കും, പക്ഷെ എനിക്ക് പ്രയോജനമില്ല. സാറ് വിളിച്ചു, വിജയ വന്നാട്ട്, ഞാൻ വന്നു, ഇരുന്നാട്ട്, കഴിച്ചാട്ട്, ഓക്കെ. അതെന്താണ്? സാറിനെ സ്നേഹിക്കുക, സാറിനോട് ചേർന്നിരിക്കാൻ കൊതിക്കുന്ന ഒരു വ്യക്തി മാത്രമേ വന്ന് കഴിക്കത്തുള്ളൂ.